ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടേം പറഞ്ഞിരുന്നു, തന്മാത്ര. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ അതിനെന്താ പറയുക, മോളിക്യൂൾസ്. നമ്മളെ അപ്പോൾ പറഞ്ഞിരുന്നില്ലേ, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആരെ കൊണ്ടാണ്? തന്മാത്രകൾ കൊണ്ടാണെന്ന് അറിഞ്ഞില്ലേ. അതിൻ്റെ സ്മോളസ്റ്റ് ആണ്, അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രമായിട്ട് നിലനിൽക്കും, പിന്നെന്താണ്, സ്ഥിരത ഉണ്ട്, സ്റ്റെബിലിറ്റി. ഇങ്ങനെ 3 കാര്യം പറഞ്ഞു, പഠിക്കണം പറഞ്ഞിരുന്ന്. ആരെങ്കിലും പഠിച്ചിട്ടില്ലേ? അപ്പം അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു സാധനം എടുത്ത് അതിനെങ്ങനെ കഷ്ണം ഇങ്ങനെയല്ല കഷ്ണാക്കണ്ടേ, ഇങ്ങനെയുള്ള സാധനത്തിനെ ഫസ്റ്റ് പകുതിയാക്കി, അപ്പോൾ ഇത്ര ആയില്ലേ. പിന്നെ അതിനെ വീണ്ടും പകുതിയാക്കി, അപ്പോൾ അത് ഇത്ര ആയില്ലേ. അതിനെ വീണ്ടും പകുതിയാക്കി, ഇത്രയായി. ഇങ്ങനെ പിന്നെ എത്രയായി. അങ്ങനെ മുറിച്ച് ലാസ്റ്റ് നമുക്കൊരു സാധനം കിട്ടും. അതാണ് ആരെന്ന് പറഞ്ഞാൽ തന്മാത്ര. പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ തന്മാത്രനെക്കാട്ടും ചെറിയ സാധനമുണ്ട്, അതാണ് നമ്മുടെ ആറ്റം. എന്താണത്? ആറ്റം. നമ്മൾ വിഭജിച്ച് നമുക്ക് തന്മാത്രനെ കിട്ടുന്നു. തന്മാത്രനെ നമുക്ക് വിഭജിച്ചാൽ കിട്ടുന്ന സാധനമാണ് ആറ്റം. ഏറ്റവും ചെറുത് ആറ്റം. ആരാണ്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. നമ്മൾ മാറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്തായിരുന്നു? ഖരം, ദ്രാവകം, വാതകം ചേർന്നാലാണ് നമ്മുടെ മാറ്റർ. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്. അപ്പോൾ ഏതൊരു ഖരാവസ്തു ഉണ്ടാക്കിയതായാലും, ദ്രാവകം എടുത്തായാലും, വാതകം എടുത്തായാലും ഒക്കെ നമ്മൾ ലാസ്റ്റ് മുറിച്ച് ഏതൊരു സാധനത്തിനെ, വെള്ളത്തിനെ മുറിച്ചാലും എന്തിനെ മുറിച്ചാലും ആറ്റമാണ് നമുക്ക് കിട്ടുക. അത് സെയിം ആറ്റമായിരിക്കുമോ? ഇല്ല. നമ്മളിങ്ങനെ പറയും, എന്തും മുറിച്ചാലും നമുക്ക് ലാസ്റ്റ് കിട്ടൽ ആറ്റമാണ് പറയും. പക്ഷെ ആറ്റം ഓരോന്നിനനുസരിച്ചാണ്. ഇപ്പോൾ പുസ്തകത്തിനെ മുറിച്ചാൽ കിട്ടുന്നത് പുസ്തകത്തിൻ്റെ ആറ്റങ്ങളായിരിക്കും. പെന്നിനെ ഇങ്ങനെ മുറിച്ച് ചെറുതാക്കിയ പെന്ന് നിർമ്മിച്ചതിൻ്റെ ആറ്റമായിരിക്കും. അങ്ങനെ ഓരോരോ ആറ്റങ്ങളായിരിക്കും. സെയിം ആറ്റം എന്നല്ല ഉദ്ദേശിച്ചത്. സെയിം ആറ്റം ആയിരിക്കില്ല, പക്ഷെ എന്തായിരിക്കും, ആറ്റമാണ് കിട്ടുക. ലാസ്റ്റ് കിട്ടുന്ന ആ സാധനത്തിനെ പറഞ്ഞ പേരെന്താണ്? ആറ്റം. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. അപ്പോൾ ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പദാർത്ഥങ്ങളും, ആറ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാം എന്താണ്. തന്മാത്രകളെ വിഭജിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആറ്റങ്ങൾ കിട്ടും. വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് വി ഗെറ്റ് ആറ്റംസ്. അപ്പോൾ ദേ ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ സബ്സ്റ്റൻസ്. അപ്പോൾ ആറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് എന്താണ്? അത് ബിൽഡിംഗ് ബ്ലോക്കാണ്. നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അത് നിർമ്മിച്ചിരിക്കുന്ന, ഇപ്പോൾ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ആറ്റം. നമ്മുടെ ഏതൊരു പദാർത്ഥം എടുത്താലും നമ്മൾ ആറ്റങ്ങൾ ഇങ്ങനെ വെച്ച് അട്ടി ആയിട്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അതാണ്. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ സബ്സ്റ്റൻസ്, അതാണ് ആറ്റം. ആറ്റം എന്താണെന്ന് എഴുതാൻ ചിലപ്പം ചോദിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്മാത്ര എന്താണെന്ന് ചോദിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ഇതെന്താ? തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പിന്നെ അതേപോലെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് എഴുതി വെക്കണം. ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണെന്ന് എഴുതിയാൽ മതി. അടിസ്ഥാന ഘടകമാണ് ആര്? ആറ്റം. ആറ്റത്തെ പിന്നെ മുറിക്കാൻ പറ്റുമോ? നമ്മൾ പറയാം ഏറ്റവും ചെറിയ സാധനമാണ് ആറ്റം എന്നാണ് പഠിക്കുന്നത്. പക്ഷെ പിന്നെ കുറച്ച് കാലങ്ങൾ ചെയ്താൽ, ആദ്യമൊക്കെ സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ചിന്തിച്ചിരുന്നത് ആറ്റമാണ് ഏറ്റവും ചെറിയ സാധനം. ശരിയാണ്, ആറ്റം തന്നെയാണ് ചെറുത്. പക്ഷെ ആറ്റത്തെ വീണ്ടും മുറിക്കാൻ പറ്റുമോ? അത് പിന്നീട് കണ്ടുപിടിച്ചിട്ടാ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. അത് പിന്നീടാണ് കണ്ടുപിടിച്ചത്. ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? ആറ്റം. തന്മാത്ര നമ്മൾ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുകയാണ്, തന്മാത്രയാണോ ആറ്റമാണോ വലുത്? തന്മാത്ര.
കാരണം തന്മാത്രനെ മുറിച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? ആറ്റം. അതറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ആറ്റം എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്ന് വന്നു? വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ദ കംസ് ഫ്രം എ ഗ്രീക്ക് വേർഡ് അറ്റമോസ്. അതിൻ്റെ മീനിങ് എന്താ? ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ കഴിയാത്തത്. അപ്പോൾ നമ്മുടെ ഏർലിയറിൽ പണ്ട് കാലത്ത് സയൻറ്റിസ്റ്റുകളൊക്കെ വിചാരിച്ചിരുന്നത് എന്താണ്? ആറ്റം കുഡ് നോട്ട് ഡിവൈഡ് ഫർദർ, ആറ്റത്തെ പിന്നീട് മുറിക്കാൻ പറ്റൂല എന്നാണ് നമ്മുടെ പണ്ട് കാലത്തുള്ളവരൊക്കെ പറഞ്ഞത്. നമ്മൾ ആകെ ഓർത്തിരിക്കുന്നത് എന്താണ്? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ മാറ്ററും മേഡപ്പ് ചെയ്തിരിക്കുന്നത് ആര് കൊണ്ടാണ്? ആറ്റം. എന്തുകൊണ്ട്? ആറ്റം. അപ്പോൾ ആറ്റം എന്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി 10ലെത്തിയാലും +1 +2 എത്തിയാലൊക്കെ മറക്കാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 7 വരെ? ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക. ഇനി എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ, അന്ന് പറഞ്ഞിരുന്നത് ഇൻഡിവിസിബിൾ എന്നാണ് കേട്ടോ. സൂക്ഷ്മ കണങ്ങളായ എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു, ഡെമോക്രീറ്റസ് ആയിരുന്നു. ഫസ്റ്റ് പ്രപ്പോസഡ് ദാറ്റ് മാറ്റർ, നമ്മുടെ എല്ലാ മാറ്ററും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈസ് മേഡപ്പ് ഓഫ് ടൈനി, ചെറിയ സൂക്ഷ്മം, ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തോ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് നമ്മൾ എന്തിനാണ് കെമിസ്ട്രിയിലൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് പഠിക്കുന്നതെന്ന് അറിയോ? ആരെങ്കിലും വിശ്വസിക്കണ്ടേ? ഇപ്പം ഞാൻ പറയും മഗ്നീഷ്യവും ഓക്സിജനും പ്രവർത്തിച്ചിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു, അതൊരു വെളുത്ത പൊടിയാണെന്ന് ഇങ്ങനെ പറയാണ്. പക്ഷെ അതിങ്ങനെ ചുമ്മാ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെയാണ്. അപ്പം അന്നത്തെ കാലത്ത് ഇല്ലേ, ഡെമോക്രീറ്റസ് പറഞ്ഞത് എന്താണ്? ആറ്റം അവിഭാജ്യമായ ഇൻഡിവിസിബിൾ, അതായത് ഡിവിസിബിൾ അല്ല, പിന്നീട് മുറിക്കാൻ പറ്റൂല, ചെറുത് ടൈനി ആയിട്ടുള്ള ഇതുകൊണ്ട് സൂക്ഷ്മ കണങ്ങളെ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ആറ്റം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ കാലത്ത് മുറിച്ച് കാണിക്കാനോ മുറിക്കാതെ കാണിക്കാനോ ഒന്നും എന്തില്ല, അതിൻ്റെ മാത്രം സിസ്റ്റം ഒന്നും ഇല്ല. അന്ന് എല്ലാം ചെയ്യേണ്ടത് ഭയങ്കര കഷ്ടപ്പാടല്ലായിരുന്നു. അപ്പോൾ ഒക്കെ അന്ന് തെളിയിക്കാൻ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ ജോൺ ഡാൾട്ടൺ എന്നൊരു സയൻറ്റിസ്റ്റ് വന്നു. ആരാണ് പേര്? ജോൺ ഡാൾട്ടൺ. അക്കോർഡിംഗ് ടു ഡാൾട്ടണും പറഞ്ഞത് എന്താണ്? എല്ലാ മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് എ സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. നമ്മളോട് സ്മോൾ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ആറ്റമാണ് നമ്മൾ പറയേണ്ടത്. കാരണം തന്മാത്രേനെക്കാട് ചെറുത് ആറ്റമാണ്. പിന്നീട് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ആറ്റത്തിനെ വിഭജിച്ചിട്ട്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സ്മോൾ പാർട്ടിക്കിൾ ആരാണ്? ആറ്റംസ്. അപ്പോൾ 1807 ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന ജോൺ ഡാൾട്ടൺ ഒരു അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ജോൺ ഡാൾട്ടൺ അറ്റോമിക് തിയറി. അപ്പോൾ അറ്റോമിക് തിയറി ജോൺ ഡാൾട്ടൺ ഒരു അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തു, അതായത് ആവിഷ്കരിച്ചു. അപ്പോൾ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലെ അല്ലെങ്കിൽ അറ്റോമിക് സിദ്ധാന്തത്തിലെ പോസ്റ്റുലേറ്റ്സ് ചോദിക്കും. ജോൺ ഡാൾട്ടൺ എന്താണ് പറഞ്ഞത്? അത് എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടി വരും ജോൺ ഡാൾട്ടൺ എന്തു പറഞ്ഞു. ജോൺ ഡാൾട്ടണും എന്താ പറഞ്ഞത്? ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ പദാർത്ഥങ്ങളും. അതൊന്നാമത്തെ പോയിൻ്റാണ്. അപ്പം നമുക്ക് ജോൺ ഡാൾട്ടൻ്റെ അടുത്തേക്ക് പോവട്ടോ. അപ്പോൾ ജോൺ ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പം അതിസൂക്ഷ്മമായ കണമാണ് ആര്? നമ്മുടെ ആറ്റം. കാരണം അന്ന് പറഞ്ഞത് എന്താണ്? അന്നത്തെ കാലത്ത് ഇതിനെ മുറിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നത്തെ കാലത്ത് പറ്റും.
അന്നത്തെ പണ്ടത്തെ കാലത്ത് അതിനുള്ള സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജോൺ ഡാൾട്ടണും വിചാരിച്ചെന്താണ് അപ്പം ജോൺ ഡാൾട്ടൺ ഒരു സിദ്ധാന്തം, ഒരു തിയറി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ ഓരോന്ന് മുന്നോട്ട് വെച്ച് പിന്നെ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത സയൻറ്റിസ്റ്റ് വന്ന് അങ്ങനെ ആയിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാതും നമ്മൾ എന്ത് ചെയ്ത് ഉണ്ടായത്. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന എന്താണ്, പണ്ട് കാലത്ത് ഒരുപാട് പേര് പലതും പറയും. അപ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിരിക്കും, ചിലപ്പോൾ അത് തെറ്റായിരിക്കും. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് തെറ്റാണെന്ന് തെളിയിക്കണ വരെ ആ സംഭവം ശരിയായിരിക്കും. ഒരാൾ വരുന്നത് വരെ അതെന്തായിരിക്കും ശരിയായിരിക്കും. അപ്പോൾ അടുത്തൊരു സയൻറ്റിസ്റ്റ് ആറ്റത്തിനെ മുറിച്ചിട്ട് ഇലക്ട്രോണും പ്രോട്ടോണൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നത് വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് എന്താണ്, ആറ്റം കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരുന്നതെന്നാണ്. ഏറ്റവും ബേസിക് യൂണിറ്റ്, ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ പറയും. അപ്പോൾ അത് ആറ്റമാണ്. അപ്പോൾ നമ്മളിപ്പം ജോൺ ഡാൾട്ടൻ്റെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ. പിന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ആറ്റം വേണം. ആറ്റത്തിനേക്കാൾ ചെറിയ സാധനത്തിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത്. പിന്നെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ എന്താണ്, ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. അന്നത്തെ കാലത്തുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ അന്നത്തെ കാലത്തുള്ള തെറ്റാണെങ്കിലും അന്ന് പറഞ്ഞതെങ്കിലും എന്ത് ചെയ്യണം, അത് പഠിക്കണം. ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല എന്നും പറഞ്ഞു. പിന്നെ ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് പറഞ്ഞു? ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും എല്ലാം ഒരുപോലെ ആയിരിക്കും. അതായത് ഒരു മൂലകം എടുത്താൽ, ഇപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ എടുത്തു വിചാരിക്കുക. ഹൈഡ്രജൻ്റെ ആറ്റം നോക്കിയാൽ അത് ആറ്റങ്ങളെല്ലാം എന്തായത് ഒരുപോലെ ആയിരിക്കും. ഓക്സിജൻ്റെ ആറ്റങ്ങൾ എടുത്താൽ എല്ലാ ആറ്റങ്ങളും ഇതേപോലെ എല്ലാതും ഒരുപോലെ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ എന്തായിരിക്കും, വ്യത്യസ്ത ഗുണങ്ങളുള്ളവയായിരിക്കും. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ ഗുണങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു മൂലകം എടുക്കുകയാണ്, ഓക്സിജൻ എടുക്കുകയാണ്, അതിൻ്റെ ആറ്റങ്ങളാണ് ഇവർ വിചാരിക്കുക. അപ്പോൾ ഇവർക്കൊക്കെ എന്തായിരിക്കും, ഒരു സ്വഭാവമായിരിക്കും. കാരണം എന്താണ്, എല്ലാവരും ഓക്സിജൻ്റെ മക്കളാണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യും, ഒരേ സ്വഭാവമായിരിക്കും. കാരണം അവർ ഹൈഡ്രജൻ്റെ അല്ലേ. അപ്പം അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഐഡിയാസ് ഏതൊക്കെയെന്ന് എക്സാമിന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ അറിയണം. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണിക ആരാണ്, ആറ്റം. പിന്നെ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റത്തിന് വ്യത്യസ്ത സ്വഭാവമായിരിക്കും. അപ്പോൾ ഇതറിഞ്ഞിരിക്കണം. നമുക്ക് ഇംഗ്ലീഷിൻ്റെ പോയിൻറ്റ്സും കൂടി കാണാം. ഓൾ മാറ്റർ, എല്ലാ പദാർത്ഥവും മേഡപ്പ് ചെയ്തിരിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾ, ചെറിയൊരു പാർട്ടിക്കിൾ ആണ് നമ്മുടെ ആറ്റംസ്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ബി പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആര്, ആറ്റം. ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റത്തിന് വിഭജിക്കാൻ സാധിക്കുമോ, ഇല്ല. ആറ്റം കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ക്രിയേറ്റ് ചെയ്യാൻ വെച്ചാൽ നിർമ്മിക്കുക, ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രോയിഡ് നശിപ്പിക്കാൻ. നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഓൾ ആറ്റംസ് ഓഫ് an element ആർ സെയിം സൈസ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അപ്പോൾ ഓൾ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റിന് ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസിനും ഒരേ സ്വഭാവമായിരിക്കും എന്നാണ് പറഞ്ഞത്. സെയിം പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മതി. അതായത് സെയിം സൈസ്, ഒരേ സൈസായിരിക്കും, സൈസ് സെയിം ആയിരിക്കും. പിന്നെ മാസ്, ഒരേ ഭാരമായിരിക്കും, എല്ലാം ഒരുപോലെ ആയിരിക്കും എന്ന് പറയാം. പിന്നെ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, സൈസ് ആയാലും മാസ് ആയാലും സ്വഭാവം എല്ലാതൊക്കെ. പിന്നെ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് വഴി നമ്മളൊരു കാര്യം മനസ്സിലാക്കി.
നമ്മുടെ ഹൈഡ്രജൻ വാട്ടർ ആരൊക്കെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? H2O. ഇതാണ് വാട്ടർ. ഇതെപ്പോഴും ഇത് കാണാതെ പഠിക്കണം കേട്ടോ എല്ലാവരും. H2O എന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം? വാട്ടർ പറയണം. H2 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ആരാണിത്? വാട്ടർ. അപ്പോൾ വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് ആരാണ്? ഹൈഡ്രജനും ഓക്സിജനും. ആര് ചോദിച്ചാലും പറയണം ഹൈഡ്രജനും ഓക്സിജനും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട്സ്, കുറച്ച് തന്മാത്രകൾ, ആ തന്മാത്രയിൽ ഇപ്പം വാട്ടറിലെ ഏതൊക്കെ ആറ്റങ്ങളാണ്? വാട്ടർ പറഞ്ഞത് ഒരു മോളിക്യൂളാണ്, തന്മാത്ര ആയിട്ട് എടുക്കാം നമുക്ക് തന്മാത്ര. അപ്പം അതിനെക്കാട് ചെറുതാണ് ആറ്റം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തന്മാത്ര ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങൾ ചേർന്നിട്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ ഉണ്ടായത് ആരൊക്കെ ചേർന്നിട്ടാണ്? നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് അല്ലേ? അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. അതേപോലെ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ്? അമോണിയ ഒരുമാതിരി സ്മെല്ലുള്ള കോമ്പൗണ്ടാണ്. ആര്? അമോണിയ. അതിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? നൈട്രജനും 3 ഹൈഡ്രജനും. ഇതാരാണ്? NH3 അമോണിയ. അപ്പോൾ ഇത് എഴുതി വയ്ക്കണം കേട്ടോ നിങ്ങൾ. NH3 1 ആറ്റം ഓഫ് നൈട്രജൻ ആൻഡ് 3 ആരുണ്ട് എന്നാണ് പറഞ്ഞത്? 3 ഹൈഡ്രജൻ 1 നൈട്രജൻ. അതുകൊണ്ടല്ലേ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇനി ഓക്സിജൻ എങ്ങനെയാണ് നിലനിൽക്കുക അറിയോ? O2 ആയിട്ട് 2 ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ. പിന്നെ ക്ലോറിനും അങ്ങനെ തന്നെ Cl2 ആയിട്ടാണ് നിൽക്കുക. പിന്നെ മീഥൈന് CH4 കാർബണിൻ്റെ ഒരാറ്റവും ഹൈഡ്രജൻ്റെ 4 ആറ്റവും. ഹൈഡ്രജൻ എങ്ങനെ? മിക്ക കോമ്പൗണ്ട് ഇതുപോലെ ഡബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഓക്സിജൻ O2, ഹൈഡ്രജൻ H2 അങ്ങനെയാണ് നിൽക്കുക. അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞില്ല, അത് സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ നിൽക്കുന്നത്. ഓക്സിജൻ ഒറ്റയ്ക്ക് നിന്നാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നാൽ പറ്റൂല, അതിന് സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് 2 കൂടിയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജനും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആരൊക്കെയുണ്ട്? 1 കാർബണിൻ്റെ 1 ആറ്റവും ഓക്സിജൻ്റെ 2 ആറ്റവും. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് എക്സാം ഇടുമ്പോൾ ഓക്സിജനിൽ എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ എന്ത് എഴുതണോ? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അമോണിയയിൽ ഏതൊക്കെ ആറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ 1 നൈട്രജനും 3 ഹൈഡ്രജനും. മീഥൈനിൽ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 കാർബണും 4 ഹൈഡ്രജനും. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചാൽ 1 കാർബണും 2 ഓക്സിജൻ ആറ്റവും. ഇങ്ങനെ എഴുതാൻ അറിയണം. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അതുതന്നെയും പറഞ്ഞത്. അമോണിയ ആണെങ്കിൽ എന്തുണ്ടാവും? 1 നൈട്രജനും 3 ഹൈഡ്രജനും. ഓക്സിജൻ ആണെങ്കിൽ 2 ആയിട്ട് നിൽക്കുക O2 ആയിട്ട്. ക്ലോറിൻ ആണെങ്കിൽ Cl2 ആയിട്ട് നിൽക്കുക. പിന്നെ മീഥൈൻ ആണെങ്കിൽ CH4 കാർബണും 4 ഹൈഡ്രജനും. പിന്നെ ഹൈഡ്രജൻ ആണെങ്കിൽ H2 ആയിട്ട് നിൽക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ CO2 ആയിട്ട് നിൽക്കും. 1 കാർബണ് 2 ഓക്സിജൻ ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനിയാണ് നമ്മൾക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്. നമ്മൾ പഠിക്കാൻ പോണത് മൂലകങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്, എലമെൻസും കോമ്പൗണ്ടും. എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിൽ ഒരു തരത്തിലുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ തന്നെയാണ് എലമെൻ്റ്. ഓക്സിജൻ 2 അതിന്. എന്നാൽ NH3 ഇത് എലമെൻ്റ് ആണോ? അല്ല. ഇതിൽ നൈട്രജൻ ഉണ്ട്, NH3 അതിൽ ആരൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം എന്ന് പറയും. സംയുക്തം. അതറിഞ്ഞിരിക്കണം കേട്ടോ. സംയുക്തമാണോ? അപ്പം നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട് തരും എക്സാമിന്. അപ്പം ഇങ്ങനെ ഒരേപോലെ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ, ഓക്സിജൻ 2 ഓക്സിജൻ, Cl2 2 Cl തന്നെ. പിന്നെ വേറെ എന്താ വരിക? ഇങ്ങനെ ഏത് വന്നാലും എന്ത് ചെയ്യും? എന്നാൽ H2O എലമെൻ്റ് ആണോ? കോമ്പൗണ്ട് ആണോ? സംയുക്തമാണോ? മൂലകമാണോ? H2O 2 ഉണ്ട് അല്ലേ? ഹൈഡ്രജനുണ്ട്,
ആരൊക്കെയുണ്ട്? ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്. അപ്പോൾ 2 ഐറ്റം ആയില്ലേ? 2 ഐറ്റമൊക്കെ വന്നാൽ ആരായിരിക്കും അത്? കോമ്പൗണ്ട്. ഓക്കെ, കോമ്പൗണ്ട്. ഇപ്പോൾ എലമെൻറ്റ് കോമ്പൗണ്ട്. ഇനി എലമെൻറ്റ് കോമ്പൗണ്ട് എന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതണം. ആദ്യം മലയാളം മീഡിയക്കാർ സെൻറ്റൻസ് പറയാം കേട്ടോ. എന്താണ്? ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. നമ്മൾ പറഞ്ഞു ആര്? H2. ഒരേ ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ, ഒരേ ആറ്റം കൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്ന 2 ഹൈഡ്രജൻ തന്നെയല്ലേ? നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ഈ 2 അതിലധികമോ മൂലകങ്ങളുടെ ഇവയെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങൾ, ഇപ്പോൾ H2 ഈ വക സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ എലമെൻ്റാണ്. അപ്പോൾ ഇവിടെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് നോർമലി ഇങ്ങനെ നിൽക്കൂല, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മുടെ Cl2 ഇങ്ങനെ നിൽക്കുക, Cl ഇങ്ങനെ നിൽക്കാൻ സ്റ്റെബിലിറ്റി കുറവാണ്, അതാണ് ഉദ്ദേശിച്ചത്. ഈ 2 അതിലധികമോ മൂലകങ്ങൾ, ഇപ്പോൾ NH3 2 നൈട്രജനും ഹൈഡ്രജനൊക്കെ ആറ്റങ്ങൾ രാസപ്രവർത്തനം ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടക മൂലകങ്ങളാക്കി രാസപ്രവർത്തനം വഴി നമുക്ക് NH3 ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരെ എങ്ങനെയാണ്? ഒരു അനുപാതത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ H2O ഞാൻ എടുക്കുകയാണ് വിചാരിക്കുക. നിശ്ചിത അനുപാതം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ H2Oക്ക് 2 ഹൈഡ്രജനും 1 ഓക്സിജനും വേണം. ഇനി വേറൊരു നാട്ടിൽ ചെന്നാലും അതിനെങ്ങനെയാണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഒരു അനുപാതം ഉണ്ട്, അത് കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. ഇനിയിപ്പം ഒരാൾ വന്നിട്ട് 2 ഹൈഡ്രജനും എടുത്ത് ഓക്സിജനും 2 ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്, എന്താ ഉണ്ടാവുക? ഇതപ്പോൾ വേറൊരു കോമ്പൗണ്ടായി. ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡായത്. ഇത് വാട്ടർ ആവുമോ? നിങ്ങൾ പറയാണ് വെള്ളം കുടിക്കുക, വെള്ളം ഉണ്ടാക്കുകയാണ്. 2 ഹൈഡ്രജൻ ഒരാളെടുത്ത് ഒരാൾ 1 ഓക്സിജനും എടുത്ത്, അപ്പോൾ ഇത് നമ്മുടെ വാട്ടറായി, വെള്ളമായി. വേറൊരാളെന്ത് ചെയ്തെന്നറിയോ? 2 ഹൈഡ്രജനും ആയിക്കോട്ടെ 2 ഓക്സിജനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ ചെയ്യും? വെള്ളമാവുമോ? ഇല്ല, ഇതെന്താ ഹൈഡ്രജൻ പെറോക്സൈഡ് ആവും. നമ്മൾ കാലിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. നഖം കുത്തിപ്പഴുത്താലൊക്കെ നമ്മൾ ആ കാലിനുള്ളിലെ പൊടിപടലങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കാലിൽ ഒഴിക്കാറില്ലേ? അപ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാണാം. ആ സാധനമാവും. അത് കുടിക്കാൻ പാടുണ്ടോ? ഇല്ല, കുടിക്കാൻ പാടില്ല. അപ്പം കണ്ടില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിശ്ചിത അനുപാതം എന്ന് പറഞ്ഞാൽ അതെന്താണ്? നിശ്ചിത അനുപാതം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട വേർഡാണ്. അപ്പം 2 ആവാം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ HOയും 2 അതിലധികമോ, ഇനിയിപ്പോൾ 3 അവിടെയൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ട്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാക്കുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ ഘടകമൂലകങ്ങളാക്കി ഇവിടെ സെപ്പറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ H2Oനെ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഇത് തന്നെയായിരിക്കും, ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കും എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് 2 പഠിക്കുക. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി 1 കൈൻഡ് ഓഫ് ആറ്റം. ഓൺലി 1 കൈൻഡ് ഓഫ് ആറ്റം ആയിരിക്കും. ഇപ്പോൾ H2 ഒരു കൈൻഡ്, ഒരേ ടൈപ്പാണ്. O2 ഒരേ ടൈപ്പാണ്. കനോട്ട് ബി ബ്രോക്കൺ ടു സിമ്പിൾ സബ്സ്റ്റൻസ് ബൈ കെമിക്കൽ റിയാക്ഷൻസ്. അത് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റാൻ പറ്റൂല റിയാക്ഷൻ വഴി. ഇപ്പോൾ H2 O2 H2 സ്വന്തമായിട്ട് നിൽക്കുകയാണ്, പിന്നെ O2 സ്വന്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ കെമിക്കൽ റിയാക്ഷൻ വഴി വീണ്ടും സിമ്പിളാക്കാൻ പറ്റൂല എന്നാണ്. ഇപ്പോൾ ഓൾ ആറ്റംസ് ഇൻ ആൻ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ. അതായത് അതിപ്പോൾ ഞാൻ ആറ്റംസിൻ്റെ കാര്യം പറഞ്ഞത്. ഒരു എലമെൻറ്റിൻ്റെ ആറ്റംസൊക്കെ സെയിം ആയിരിക്കൂലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ കുട്ടികളെല്ലാം ഒരേപോലെ അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. ഓൾ ആറ്റംസ് ഇൻ എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ. എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഇതൊക്കെ എന്താണ്? എലമെൻറ്റ്സ് ആണ്.
കോമ്പൗണ്ട് ആയ പ്യുവർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more ഡിഫറെൻറ്റ് ആറ്റംസ് ചേർന്നിട്ടാണെങ്കിൽ കെമിക്കലി കമ്പൈൻഡ് ഫിക്സ്ഡ് റേഷ്യോയിൽ ഡിഫറെൻറ്റ് ആറ്റംസ് ചേർന്നിട്ട് ഉണ്ടാവുന്ന ആരാണ് കോമ്പൗണ്ട്സ്. ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ കെമിക്കൽ റിയാക്ഷൻ വഴി സിമ്പിളാക്കാൻ പറ്റുമോ? പറ്റും. പിന്നെ മോളിക്യൂൾസ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആരൊക്കെയാണ്? H2O, കാർബൺ ഡൈ ഓക്സൈഡ്, NH3. ഇതൊക്കെ വ്യത്യസ്ത ആൾക്കാർ. H ഉണ്ട്, 2O ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കോമ്പൗണ്ട്സ്. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്സിജൻ ഒരേപോലത്തെ അല്ലേ, കാർബൺ ഒരേപോലത്തെ അല്ലാതെ നൈട്രജൻ, ഇതൊക്കെ എന്ത് ചെയ്യുക? എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളിലാണ് വരിക. പിന്നെ കോമ്പൗണ്ട്സ് സംയുക്തങ്ങളിൽ വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ വാട്ടർ, H ഉണ്ട്, വെള്ളം, അല്ലെങ്കിൽ പിന്നെ ഷുഗർ അതിലൊക്കെ പല ഇതുണ്ട്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, സോൾട്ട്, മഗ്നീഷ്യം ഓക്സൈഡ്, ഇതൊക്കെ കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് പറയുമ്പോൾ കുറച്ച് വലിയ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാനുള്ളതും എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുക, പഠിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കുറേ എലമെൻറ്റ്സ് നമ്മുടെ ലോകത്ത് കണ്ടെത്തിയിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അതിനെക്കുറിച്ചും അതേപോലെ തന്നെ അതിനെങ്ങനെ പേര് വന്നതെന്നും ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനൊക്കെ എങ്ങനെ പേര് വന്നതെന്നും പിന്നെ എന്ത് ചെയ്യുക അവരെ എങ്ങനെയാണ് അന്ന് അറേഞ്ച് ചെയ്തത് എന്നൊക്കെ പഠിക്കണ്ടേ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ താങ്ക് യു. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റിൽ പറയൂ, കണ്ടു കഴിഞ്ഞോ. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മാത്രം പറയാൻ പാടുള്ളൂ. ഓക്കെ, ബൈ.